കോൺസ്റ്റന്റ് ആയിട്ട് 18.5, 18.6, 19 ഈ റേഞ്ചിൽ മൈലേജ് തരുന്നുണ്ട്. ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. ഗുഡ് മോർണിംഗ്. സമയം 9:40. ഇപ്പോൾ പൂനെ സിറ്റിയിലാണ്. ഇച്ചിരി വൈകിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇവിടുന്ന് അടുത്ത ഫൈനൽ ഡെസ്റ്റിനേഷൻ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവയ്ക്ക് ഇവിടുന്ന് ഏകദേശം 10 മണിക്കൂർ യാത്രയുണ്ട് പൂനെയിൽ നിന്ന്. വൈകുന്നേരം സന്ധ്യയോടുകൂടി ഗോവ എത്താനുള്ള പരിപാടിയാണ്. ഇന്നലെ രാത്രി വൈകി പൂനെ എത്തിയായിരുന്നു. ഓൾമോസ്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞു. വളരെ റിലാക്സ് ചെയ്ത് ഓടിച്ചാൽ വന്ന് ഏകദേശം 613 കിലോമീറ്റർ ഇന്നലെ കവർ ചെയ്തായിരുന്നു. ഇന്നലെ ഇൻഡോർ ടു പൂനെ 825 രൂപയ്ക്ക് ടോൾ കൊടുത്തു. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പൂനെ സിറ്റി കൂടെ. പ്രസൻറ്റ് ലൊക്കേഷൻ കല്യാണി നഗർ. BRT കോറിഡോറുള്ള ബസ്സായതുകൊണ്ടാണ് ഈ സൈഡിൽ ഡോർ ഇങ്ങനെ. സിറ്റി പക്ക ബാംഗ്ലൂർ കണക്കുണ്ടല്ലേ. ഈ മരങ്ങളും മല്ലേശ്വരത്തോടെ പോകുന്ന കണക്കൊക്കെ ഉണ്ട്. നൗ ദ പ്രസന്റ് സിറ്റി ഇസ് പൂനെ. പൂനെയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡിങ് ടുവേർഡ്സ് ഗോവ. മുട്ട മരങ്ങൾ. ഒരു സ്ഥലത്ത് മരങ്ങൾ വന്നാൽ തന്നെ അതിൻ്റെ ആ ലുക്ക് മാറില്ലേ. വേറൊരു പോസിറ്റീവ് വൈബാണ്. ഇതിപ്പോൾ കണ്ടിട്ട് നമ്മുടെ ടി നഗർ ചെന്നൈയിലൊക്കെ പോയ കണക്കൊക്കെ ഉണ്ട് അല്ലേ. ഏതാണ്ട് അതേ ലുക്ക്. ഡൽഹിയേക്കാളും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് പൂനെ. ഡൽഹിയിൽ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതലാണ്. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ സിറ്റി ഇവിടുത്തെ റോഡായാലും സംഭവം എല്ലാം സ്പേഷ്യസ് ആണ്. ഒരമ്മച്ചി നൈസായിട്ട് ഫോണും പിടിച്ച് ഓട്ടോയുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. മണി 10:45. അങ്ങനെ പൂനെ സിറ്റിയൊക്കെ വിട്ടു. നൗ ഹെഡിങ് ടുവേർഡ്സ് സത്താര. ഇനിയൊരു നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് സത്താരയ്ക്കാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ടണൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ന്യൂ കട്രാജ് ടണൽ. 1458 മീറ്റർ നീളമുണ്ട്. We are entering tunnel. കിലോമീറ്റേഴ്സ് ഇനിയും കവർ ചെയ്യാനുണ്ട്. മണി 11:20. ഓൺ അവർ വേ ടു ഗോവ. ഇപ്പം പൂനെയെല്ലാം കടന്നു സത്താര പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്താര, കോലാപ്പൂർ, അങ്ങനെ അങ്ങ് കറങ്ങി ഗോവയ്ക്ക് പോയത്. ഹൈവേ നല്ല ബിസിയാണ്, തിരക്കുണ്ട്. ഞായറാഴ്ചയാണെന്ന്, സൺഡേ, എന്നിട്ടും തിരക്കുണ്ട്. യെസ് ഡ്രൈവർ വണ്ടി എടുത്തോളൂ. ഒരു ഘാട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുക. സത്താര പോകുന്ന വഴിയാണ്. മണി 12 അങ്ങനെ പൂനെന്ന് ഓടിച്ച് സത്താര പോയിക്കൊണ്ടിരിക്കുക. സത്താരയ്ക്ക് ഇനി ഒരു 38 കിലോമീറ്റേഴ്സ്. സത്താര കഴിഞ്ഞ് പിന്നുള്ള അടുത്ത ഒരു മെയിൻ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് കോലാപ്പൂർ. പിന്നെ അവിടെ നിന്നാണ് ബാക്കി കണ്ടിന്യൂവേഷൻ ടുവേർഡ്സ് ഗോവ. ഇൻഡോറിൽ വരിക, പിന്നെ ഇൻഡോറിൽ നിന്ന് പൂനെ. വേറെയും വഴികളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എനിക്കിത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഡൽഹി ടു ഇൻഡോർ, ഇൻഡോർ ടു പൂനെ, പൂനെ ടു ഗോവ. ഇതിലുള്ള റോഡ് കണ്ടീഷൻസ് ഒക്കെ വളരെ നല്ലതാണ്. മണി 12:30. പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 3 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞ്. മഹാരാഷ്ട്രയിലാണ്.
ഈ പച്ച കളറുള്ള നോസിൽ 91ഉം റെഡ് കളറുള്ളത് 95ഉം ആണ്. നമ്മളിപ്പോൾ 95 ഒക്ടേനാണ് അടിച്ചേക്കുന്നത്. 116 രൂപയാണ് ഷെല്ലിൻ്റെ വില. ഞാൻ ആദ്യമായിട്ടാണ് ഷെല്ലിൻ്റെ പമ്പിൽ നിന്ന് അടിക്കുന്നത്. സമയം 1:30. ഫുൾ ടാങ്ക് ചെയ്തു. വീണ്ടും ഒരു 5000 രൂപയ്ക്ക് പെട്രോൾ കയറിയിട്ടുണ്ട്. ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. റോഡ് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. അത് കാരണം പല സ്ഥലങ്ങളിൽ കണക്ക് ഇങ്ങനെ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. സമയം 2:10. കോലാപ്പൂർ എടുത്തുകൊണ്ടിരിക്കുക. പോകുന്ന വഴിയിലെല്ലാം കരിമ്പ് കൃഷിയാണ് കൂടുതലും. മഹാരാഷ്ട്രയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിമ്പ് കൃഷിയുണ്ട്. കരിമ്പെല്ലാം നല്ല പൂത്ത് കിടക്കുക. ചുറ്റിനും കരിമ്പ് എല്ലാം പൂത്ത് കിടക്കുക. ഇതുവരെ 188 കിലോമീറ്റർ ഓടിച്ചു. 4.5 മണിക്കൂർ യാത്ര ഇതുവരെ കവർ ചെയ്തു. ഇതുണ്ട് ഷുഗർ കെയിൻ, കരിമ്പ്. തെങ്ങ് കണ്ട, വാഴ. നോർത്ത് ഇന്ത്യയിലെ ആ ഒരു സിറ്റുവേഷൻ വിട്ട്. മണി 3 അങ്ങനെ ഹൈവേയിൽ ഒരിടത്ത് കഴിക്കാൻ നിർത്തി. കോലാപ്പൂരിന് മുമ്പാണ്. മഹാരാഷ്ട്രീയൻ വെജിറ്റബിൾ താലി. ഉച്ചഭക്ഷണം കഴിഞ്ഞു. ഇനി പോയേക്കുവാണ് ടുവേർഡ്സ് ഗോവ. ഇനി 4 അങ്ങനെ കോലാപ്പൂരെത്തി. കോലാപ്പൂരിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനിയുണ്ട് ഇവിടുന്ന് ഒരു 200 കിലോമീറ്റേഴ്സ് പ്ലസ് ഗോവ വരെ. 5 മണിക്കൂർ യാത്ര ഇനിയുണ്ട്. കോലാപ്പൂരെല്ലാം വിട്ടു. മണി 4:15. ഇപ്പോൾ ബെൽഗാവി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിപ്പാനി എന്നൊരു സ്ഥലം വരും. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഗോവയിലേക്ക് റൂട്ട് മാറുന്നത്. ഇനി കവർ ചെയ്യാനുള്ള സ്ഥലം നിപ്പാനി. സ്റ്റാർട്ടിങ് ഫ്രം പൂനെ ഇതുവരെ 256 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. സമയം 4:45. അങ്ങനെ നിപ്പാനി എത്തി. ഇതിപ്പം കർണാടകയിലാണ്. ഇനി ഒരു 180 കിലോമീറ്ററുടെ അവിടെ ഉണ്ട് ഗോവ വരെ. 4.5 മണിക്കൂർ യാത്ര. ഇതുവരെ 273 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 6.5 മണിക്കൂർ ഇതുവരെ വണ്ടി ഓടിച്ചു കണ്ടിന്യൂസ്. ഇടയ്ക്ക് പെട്രോൾ അടിക്കാനും പിന്നെ ലഞ്ചിനുമായിട്ട് മാത്രമേ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. നോൺ സ്റ്റോപ്പ് ഓടുകയാണ്. ഇതെല്ലാം ഇപ്പോൾ കോൺക്രീറ്റ് റോഡാണ്. നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ എല്ലാം മാറി. ഇപ്പോൾ ചൂടാണ് ഇവിടെ. വലിയ ചൂടില്ല, പ്ലസൻറ്റ് വെതർ. അങ്ങനെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ച് ഡൗൺ സൗത്ത് കയറി. ഇപ്പം ഞാൻ കർണാടകയിലായി. മലയിടിച്ച് പൊട്ടിച്ചോളൂ. റോഡ് പണി ഭയങ്കര തകൃതിയായിട്ട് നടക്കുക. മലയിടിച്ച് പൊട്ടിക്കുന്നു. അതുണ്ടാവും JCB മറ്റേ ചാച്ചി എല്ലാവരും ഉണ്ട്. അത് തുറക്കുന്നുണ്ട്. കാട്ടൊരു മല മുഴുവൻ. നാഷണൽ ഹൈവേ 48 നമ്മൾ സ്റ്റേറ്റ് ഹൈവേ പിടിച്ചായിരുന്നു. ഇത് ഈ ലൊക്കേഷൻ്റെ പേര് സംകേശ്വർ.
കർണാടകയാണിത്. ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. 156 കിലോമീറ്ററും കവർ ചെയ്യണം. നല്ല തിരക്കുള്ള ഏരിയ. കാര്യം ഇത് ഇടയ്ക്ക് സ്റ്റേറ്റ് ഹൈവേയിലോട്ടൊക്കെ എടുത്തെങ്കിലും ഇത് പിന്നെയും മാപ്പ് കറക്കി നാച്ചുറൽ ഹൈവേ 48 വീണ്ടും കൊണ്ട് ചാടിച്ചു. ഇപ്പോൾ ബെൽഗാവ് പോയിക്കൊണ്ടിരിക്കുക. ബെൽഗാവ് ഇവിടെ ആണെങ്കിൽ റോഡ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. അത് കാരണം അത്ര സുഖമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഡൈവേർഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഈ പഴയ റോഡ് പുതുക്കി കോൺക്രീറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഇനിയുണ്ട് ഒരു 150 കിലോമീറ്റർ, 3.5 മണിക്കൂർ യാത്ര. ഇപ്പോൾ സമയം 5:45. ഇഷ്ടംപോലെ കരിമ്പിൻ്റെ കൃഷിയുണ്ട് ഇവിടെ. ഇപ്പോൾ കരിമ്പിൻ്റെ ഹാർവെസ്റ്റ് സമയമാണ്. വെട്ടിപ്പറക്കി ട്രക്കുകളിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കർണാടക, മഹാരാഷ്ട്ര ഈ ഏരിയ കംപ്ലീറ്റ് കരിമ്പ് കൃഷിയാണ്. വേഗ ഹെൽമെറ്റിൻ്റെ ഫാക്ടറി. മണി 6:30. ബെൽഗാവി അടുത്തോണ്ടിരിക്കുകയാണ്. ബെൽഗാവിൽ നിന്ന് പിന്നെ റൂട്ട് ഡീവിയേറ്റ് ചെയ്യും. എങ്ങനെ പോയാലും രാത്രി 9:30 10 മണിയാവും ഗോവ എത്താൻ. ഈ റോഡ് ആക്ച്വലി NH48 ഈ റോഡ് ആക്ച്വലി പല സ്ഥലങ്ങളിലും അണ്ടർ കൺസ്ട്രക്ഷനാണ്. അത് കാരണം റൂട്ട് ഡൈവേർഷനൊക്കെ ഉണ്ട്. ഇനിയും സമയമെടുക്കും. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതിൻ്റെ പണി നടക്കുമായിരുന്നു. ഇപ്പോഴും അത് പണി നടന്നുകൊണ്ടേയിരിക്കുക. ഇനിയും സമയമെടുക്കും. ഓടിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഫൈൻ. സമയം 7 മണി. ഇപ്പം ബെൽഗാവ് എത്തിയിട്ട് ബെൽഗാവിൽ നിന്ന് വെങ്കുർല ടുവേർഡ്സ് വെങ്കുർല റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടി. 7 മണി ആയുള്ളൂ, എന്നാലും നല്ലോണം ഇരുട്ടി. ഇതുവരെ 348 കിലോമീറ്റർ ഓടിച്ചു. ഇനി ഒരു 114 കിലോമീറ്റർ ഓടാനുണ്ട്. ഇനിയും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് ഗോവ എത്താൻ, നോർത്ത് ഗോവ എത്താൻ. ഇതാണ് സ്റ്റേറ്റ് ഹൈവേ 20 കർണാടക. സാവന്തവാടി 86 കിലോമീറ്റർ, അമ്പോളി 55 കിലോമീറ്റർ. സമയം 7:40. ഇപ്പോൾ ഈ റൂട്ട് സ്റ്റേറ്റ് ഹൈവേ 20 കൂടെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ 130 മാറി. ഇത് ഏതാണ്ട് 70 കിലോമീറ്റർ ഈ റോഡ് കണ്ടിന്യൂ ചെയ്യണം. മപ്പൂസ ബിച്ചോലിം റോഡ്. ശരിക്കും ആക്ച്വലി ഇതൊരു ഘാട്ട് റോഡാണ്. അതുപോലെ ഫോറസ്റ്റ് ഏരിയയും കൂടെ. ഇതൊരു ഒറ്റപ്പെട്ട റോഡാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നിരുന്നാലും കൈൻഡ് ഓഫ് സ്പൂക്കി. ഈ റോഡിൽ ആക്ച്വലി എന്താ പറയുക, ആളും തിരക്കൊന്നുമില്ല. ഒരുമാതിരി ഒറ്റപ്പെട്ട് കിടക്കുവാണ്. ഇപ്പോൾ രാത്രി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ചെറിയ ഒരു ഒന്ന് കരുതണം. കാടും പ്രദേശമാണ്. ആക്ച്വലി ആള് താമസമൊന്നുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുക. എന്തൊക്കെയോ നിഗൂഢതകൾ ആ രീതിയിലൊക്കെയുള്ള ഒരു ഫീലിങ്ങാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ആളുകളൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് സ്ഥിരം ആളുകൾ കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു റൂട്ടാണ്.
ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. 86 കിലോമീറ്റർ കവർ ചെയ്യണം. ലൊക്കേഷൻ മോട്ടൻവാടി. ഇവിടുന്ന് ലെഫ്റ്റ് ഗോവയ്ക്ക് ബോർഡ് കാണുന്നുണ്ട്. തില്ലാരി നഗർ. അപ്പോൾ ഇത് തന്നെ. സമയം 8 മണിയായി. ഇനി അങ്ങോട്ട് ഈ റോഡ് മൊത്തം സിക്സാഗ് കയറ്റം ഇറക്കുക. അടിപൊളിയല്ലേ? ഇത് തന്നെ, ആ ലൂപ്പ് തന്നെ ഇത്. സൂപ്പർ. ഇനി ഇറക്കാം. പിന്നെ മേലോട്ട് പോകും. ഈ പോയിന്റിൽ ഞാൻ പേടിച്ചു പോയില്ല ലാസ്റ്റ് ടൈം. ചെവിയൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ. ഓ ഗോഡ്, അടിപൊളി. ഇത് കുറേ ഉണ്ട്. ഇനി ഇറക്കാം. വണ്ടി ഇറങ്ങി. വണ്ടി കയറി ചെയ്തുണ്ട്. 12 പേര് പോവാ. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാർക്കാണ്. അന്ന് മഴയും കൂടെ ആയിരുന്നല്ലേ ഓണം വന്നപ്പോൾ? നല്ലോണൊക്കെ ചെവി അടയുന്നുണ്ട്. കംപ്ലീറ്റ് സിക്സ് ആക്ക. അത് ഭയങ്കര പിന്നെ താഴോട്ട് ഇതുപോലെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. ചെവി നല്ലോണം കടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താണ്ട് ഇവിടെ കണ്ട ട്രക്ക് എന്ന് പറയും. നല്ല ഇറക്കോട്ടോ, നല്ല ഇറക്കം. ഒരാളുടെ ചെറുപ്പ്. ഇതാണ് ആ ട്രക്ക് കേട്ടോ, അന്ന് മറിഞ്ഞു വീണ ട്രക്ക്. വേണ്ട ഓർമ്മണ്ട? കഴിഞ്ഞ തവണ അവള് വന്നപ്പോഴത്തേക്ക് മറിഞ്ഞു വീണ ട്രക്കായത്. അല്ലല്ല, ഇതാ ട്രക്ക്. കഴിഞ്ഞ തവണ ഈ റൂട്ടിൽ കൂടെ വന്നപ്പോൾ മറിഞ്ഞു വീണ ട്രക്കാ. പിടിച്ചോ. റോഡല്ലേ സൂപ്പർ. ഷാർപ്പ് കർവ് വരും. ഇതാ ഷാർപ്പ് കർവ്. ഇനി ഇറക്കുക.
അവിടെ നിന്ന് വണ്ടി കയറി വന്നു. ഈ കയറി വരുന്നതിനെ സമ്മതിക്കണം. വീണ്ടും എസ് വേണം. ഇതൊരു എസ്സിന്റെ ശരി. ഈ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഈ റൂട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? ഐ എം റിയലി ഹാവിങ് എ ഗുഡ് ടൈം. ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ്, എന്നാൽ രസമാണ്. അങ്ങനെ ഈ ദിവസം 400 കിലോമീറ്റർ ഇതുവരെ ഓടിച്ചു കഴിഞ്ഞ് ഇനി ഒരു 60 കിലോമീറ്ററുടെ ഓടമുണ്ട് ഗോവ വരെ. ഇപ്പം മപ്പൂസ ബിച്ചോലും റോഡിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു 1.5 റൂട്ടാണ്. കംപ്ലീറ്റ് കയറ്റം ഇറക്കമാണ്. ഫോറസ്റ്റ് റോഡാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. സമയം 9:15. അങ്ങനെ മഹാരാഷ്ട്ര കടന്ന് ഗോവയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ ടോൾ പ്ലാസ ഗേറ്റിനപ്പുറം ഗോവ. സോ ഫൈനലി വി ആർ ഒഫീഷ്യലി ഇൻസൈഡ് ഗോവ. ടൈഗൺ ഇന്നലത്തെ ട്രിപ്പ് സമ്മറി ഇങ്ങനെയാണ്. പൂനെ ടു ഗോവ 462 കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഇപ്പം പ്രസൻറ്റ് ലൊക്കേഷൻ കാലംഗുട്ട്. ഇന്നലെ ഇവിടെ വന്ന സ്റ്റേ അടിച്ച് Airbnb വഴി ഒരു റൂം ബുക്ക് ചെയ്തായിരുന്നു. ഇറ്റ് ടുക്ക് 12 hours ടു കംപ്ലീറ്റ് ദിസ് ജേർണി. 18.4 കിലോമീറ്റർ മൈലേജ് വന്നിട്ടുണ്ട് വണ്ടി. നല്ല ടൂറിസ്റ്റ് ഉണ്ട്. ടൂറിസ്റ്റിനൊന്നും ഗോവയിൽ യാതൊരു കുറവുമില്ല. ലേറ്റ് ദയാനന്ദ് ബി ബന്ദോദ്കർ, ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ, ദാമൻ ആൻഡ് ദിയു, 1963 to 1973.